അങ്ങനെ ഇതോടുകൂടെ ഈ വർഷത്തെ ദിവാലി സെലിബ്രേഷൻ ഇവിടെ പരിസമാപ്തിച്ചിരിക്കുന്നു ഗൈസ്. ആസ് യൂഷ്വൽ പോലെ തന്നെ ഞാൻ രാവിലെ കോളേജിൽ പോയി അവിടുത്തെ നോർമൽ വർക്കൊക്കെ ചെയ്തു. പിന്നെ നല്ല ഉറക്കപ്പിച്ചുണ്ടായിരുന്നു. എനിക്ക് കോൾഡ് പിടിച്ച് സിട്രസിൻ എടുക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഞാനൊരു ഉറക്കപ്പിച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. സോ കോഫി കൻ ഓൺലി മേക്ക് മീ അവേക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെയൊക്കെ പാർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സോങ് പോലും മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കസിൻ ദേവും എൻ്റെ ഫ്രണ്ടുമാണ് എന്നെ ഇതിന് ഹെൽപ്പ് ചെയ്തത്. വളരെ നന്ദിയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോയേനെ. 7 o'clock പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാനൊരു 6:30 ഒക്കെ ആയപ്പം എൻ്റെ ബിൽഡിങ്ങിൽ നിന്ന് ഈ ബിൽഡിങ്ങിലേക്ക് വന്നു. ഇവിടെയാണ് പരിപാടി നടക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് വൺ പ്ലാനിങ് ആയിരുന്നു. പൂജയ്ക്ക് സാരി ഉടുക്കുന്നു, അത് കഴിഞ്ഞ് ഡാൻസ് ഒക്കെ ലാസ്റ്റിലോട്ടായിരിക്കും, അപ്പം വന്ന് സ്കേർട്ട് ഇട്ടാൽ മതിയല്ലോ എന്നൊക്കെയാണെങ്കിലും സാരി എടുത്ത് ഞാൻ വരുമ്പോഴേക്കോ 7:30 കാരണം മൊത്തത്തിൽ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് റെഡിയാവാൻ തുടങ്ങാനേ 7 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സാരി എടുത്തതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല. സാരി ഇട്ട് താഴെ വന്നപ്പോഴേക്കും അവർ റെഡിയല്ലേ കളിക്കാമെന്ന് ചോദിച്ചു ഡാൻസ്. അപ്പോഴേക്കും ഞാനും പിന്നെ പോയി സ്കേർട്ട് ഇട്ടു. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്തു. അല്ലാണ്ട് ഒരു രീതിക്കും ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല സാരി ഇട്ടിട്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഞാൻ ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഇങ്ങനെ കാണുന്നത്. ഡാൻസിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയുന്നില്ല. സീറോ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഈ പാട്ട് ശരിയായിട്ട് അയച്ചു കൊടുത്തതേ ഞാൻ വൈകുന്നേരം 3:30 അവർ ഇന്നലെ എൻ്റെ അടുത്ത് പാട്ട് അയച്ചിരുമെന്ന് ചോദിച്ചതാണ്. ഇന്നലെയാണ് ഞാൻ എന്ത് പാട്ട് ചെയ്യണമെന്ന് പോലും ആലോചിക്കുന്നത്. എന്തായാലും ചക്ക ഇട്ടപ്പോൾ മാലി ചത്തോല വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പരിപാടി പോയി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറേ ഡിജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടു, ഇതെൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിലാണ്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇതിന് മുമ്പിൽ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് തുള്ളണം എന്നുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ട്. അത് കൂടുതൽ ഇറ്റാലിയൻസ് റിലേറ്റഡ് ആയിട്ടും. ഈവൻ നമ്മളിപ്പം ഇവിടെ ഈ കുത്തുപാട്ടിന് ഞങ്ങൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അപ്പുറത്തവിടെ സാൽസ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൾക്കാർ. അപ്പോൾ എപ്പോഴും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇന്നിങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഇപ്രാവശ്യത്തെ ദിവാലി വിശേഷങ്ങൾ. അങ്ങനെ 4 ദിവസത്തെ ദിവാലി അടിപൊളിയായിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു.